ഒരു ഉൾഗ്രാമത്തിലെ ഒരു വീട്ടിലെ അവസ്ഥയാണ് കേട്ടത്. വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. രാവിലെ പോയപ്പോൾ ഇത്രയും തിരക്ക്. അതായത് ഇവിടെ രാവിലെ മാത്രമേ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. രാവിലെ ഒരു 10 മണിയോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. അതിൻ്റെ ശേഷം പോവാതിരിക്കണം നല്ലത്. തിരുപ്പതി വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹിഡൻ സ്പോട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം തിരക്ക്. ഈ ഒരാളാണ് മസാല ദോശ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഡ്ഡലി, പൂരി, മസാല ദോശ എന്നീ വിഭവങ്ങളൊക്കെ തന്നെ കിട്ടും. രാവിലത്തെ ടിഫിൻ പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആളുകൾ കൂടുതലായും എരിവ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ സ്പൈസസ് ആയിട്ടുള്ള വിഭവങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. മുട്ടദോശ, കാരം ദോശ, ഇനി മസാല ദോശ പറഞ്ഞാൽ കൂടെ അതിലൊരു കാരം തേച്ചിട്ട് ഭയങ്കര സ്പൈസസ് ആയിട്ടുള്ള രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫുഡുകൾ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാടിനോട് കോമ്പിനേഷൻ ആവുന്ന രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു കടയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരം ദോശ 25 രൂപ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പുത്തൂർ റോഡ് തിരുപ്പതിയിലിരുന്ന് തിരുച്ചാനൂരിലിരുന്ന് തിരുപ്പതി அந்த பைபாஸ் இது திருச்சானூர்லேருந்து புத்தூர் பூடி ரோடு